ഹായ്, ഇന്ന് ഞാനൊരു നൈറ്റ് ഡ്രൈവ് ആണ് കാണിക്കാൻ പോകുന്നത്. കൂടുതലും ലേഡീസ് ആരും നൈറ്റിൽ ഡ്രൈവ് ചെയ്യാറില്ല. കാരണം പെൺകുട്ടികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത്ര സുരക്ഷിതരല്ല എന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരും പുറത്തിറങ്ങാൻ ധൈര്യപ്പെടാറില്ല. ഇപ്പം ഇൻ കേസ് നമുക്ക് ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം നമുക്ക് വരികയാണ് നൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. വീട്ടിൽ വണ്ടി കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് ഡ്രൈവിംഗ് അറിയാം, ലൈസൻസ് കയ്യിലുണ്ട്, പക്ഷെ നമുക്ക് പോകാൻ ധൈര്യമില്ല. പലപ്പോഴും അതാണ് പെൺകുട്ടികൾ ആരും ഡ്രൈവ് ചെയ്യാത്തത്, ധൈര്യമില്ലായ്മ മൂലമാണ്. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യക്കുറവ് മൂലം ആരും പിമ്പോട്ട് മാറി നിൽക്കരുത് ഡ്രൈവിങ് ചെയ്യാതെ. നമുക്ക് ഒരു കാറുണ്ട് അല്ലെങ്കിൽ ഒരു സ്കൂട്ടറുണ്ട് എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മളത് ചെയ്യാനുള്ള ധൈര്യം ആദ്യം തന്നെ ആർജിച്ചെടുക്കണം. അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഏത് കാര്യമാണെങ്കിലും, നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അറിയത്തില്ല. പക്ഷേ രുചിയില്ലെങ്കിലും ചെറുതായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പരീക്ഷയൊക്കെ നോക്കുമ്പോൾ അത് നന്നായി വിജയിക്കുകയാണെങ്കിൽ നമുക്കത് വീണ്ടും ചെയ്യാൻ തോന്നും. പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഡ്രൈവിങ്ങും. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പം ഹൈവേയിൽ ഓടിക്കാൻ പേടിയാണെങ്കിൽ വേണ്ട, നമുക്ക് ചെറിയ വഴികളുണ്ടല്ലോ, അവിടെയൊക്കെ ഓടിച്ച് നമുക്ക് പഠിച്ചു നോക്കാം. വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ജസ്റ്റ് ആദ്യം ഓടിക്കുക. ഇപ്പോൾ കൂടുതലും പേരും അടുത്തിരിക്കുന്ന ആൾ നമ്മളെ വഴക്ക് പറയുന്നു. കൂടുതലും ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അപ്പന്മാരായിരിക്കും. അവരെ നല്ലപോലെ വഴക്ക് പറയും, ദേഷ്യപ്പെടും, ഒച്ചയെടുക്കും, അടിക്കും, ഇടിക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ എന്ത് വന്നാലും നമ്മൾ പറയാറില്ലേ, ചെറുപ്പകാലത്ത് നമ്മളെ അടിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടീച്ചർമാർ നമ്മളെ പഠിപ്പിച്ചിട്ട് അടി തരുമ്പോഴത്തേക്കും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. അല്ല, ടീച്ചറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇൻ കേസ് ഇതിലും ഈ ഡ്രൈവിങ്ങിലും ഇതുപോലെ തന്നെ വഴക്ക് പറഞ്ഞോട്ടെ, അടിച്ചോട്ടെ, കുഴപ്പമില്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. നമുക്ക് ഇതെന്തായാലും പഠിച്ചെടുക്കണം. ഞാനും ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട്. വഴക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നിർത്തേണ്ട കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും വണ്ടി പെട്ടെന്ന് ഓഫായി പോകുമായിരുന്നു. അതായിരുന്നു എൻ്റെ മെയിൻ ഒരു പ്രശ്നം. കാരണം ഹാഫ് ക്ലച്ച് എന്നുള്ള ആ ഒരു പ്രോബ്ലം എന്നെ നന്നായിട്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഏത് തിരക്കാണെങ്കിലും, ഏത് തിരക്കുള്ള വഴിയിലാണെങ്കിലും, ഹൈവേയിലാണെങ്കിലും, നൈറ്റിലാണെങ്കിലും എനിക്കൊരു പേടിയില്ല. കാരണം ഞാൻ ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ അതെനിക്കൊരു ഉപകാരമായെന്നേ ഞാനിപ്പോൾ പറയത്തുള്ളൂ. അന്ന് ഞാൻ ഈ പണ്ടാറും ഞാൻ പഠിക്കത്തില്ലെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും എനിക്ക് ഉപകാരമായി. കാരണം പലപ്പോഴും ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് പിക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യങ്ങളൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് നൈറ്റിലൊക്കെ, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് കൂടുതലും ടാക്സിയിൽ ഭയങ്കര അത്ര റിസ്ക് ആണല്ലോ അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്നെ ഫോണിൽ വിളിക്കും, വരൂ എന്ന് പറയും. അപ്പം എനിക്കൊരു പേടിയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം. ഇപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ഔട്ടിങ് ആവുകയും ചെയ്യും, ഡ്രൈവ് ചെയ്യും, പെട്ടെന്ന് പോയിട്ട് വരും. അങ്ങനെ പലപ്പോഴും ഞാൻ പോകാറുണ്ട്. ഇപ്പം അതിൻ്റെ എല്ലാം ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിന് തന്നെയാണ് കേട്ടോ. കാരണം പുള്ളി ഒത്തിരി ഇനീഷ്യേറ്റീവ് ചെയ്തതുകൊണ്ടാണ്. എൻ്റെ പല കാര്യങ്ങൾക്കാണെങ്കിലും ഞാൻ മാറി നിൽക്കുമ്പോഴത്തേക്കും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഇപ്പം പേടിയാണെന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കരുത് എന്നാണ് എനിക്കിതിൻ്റെ അത് പറയാനുള്ളത്. ഇപ്പം ഞാനൊരു ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. റെഡാണ്, അപ്പം സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഗ്രീൻ വരുമ്പോഴത്തേക്കും നമുക്ക് മൂവ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഹാഫ് ക്ലച്ച്, ബ്രേക്ക്. അപ്പോൾ ഇപ്പം ഞാൻ ഫുൾ ക്ലച്ച് അമർത്തി ബ്രേക്കും ചവിട്ടിയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇനി വണ്ടി മൂവ് ചെയ്യാറാവുമ്പോഴത്തേക്കും നമ്മൾ ക്ലച്ച് ചെറുതായിട്ട് ലൂസ് ചെയ്യുക. അതനുസരിച്ച് ബ്രേക്കും ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു, മൂവ് ചെയ്യുന്ന ഒരു ജർക്കിങ് മൂവ്മെൻറ്റ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി മൂവ് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഫസ്റ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ക്ലച്ച് ഫുൾ അമർത്തി ഗിയർ സെക്കൻഡ്, പിന്നെ നമുക്ക് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഗിയർ തേർഡിലേക്കാക്കാം. അപ്പോൾ ഗിയർ മാറ്റുമ്പോഴെല്ലാം ഫുൾ ക്ലച്ച് അമർത്തിയിരിക്കണം. അതുപോലെ ആക്സിലേറ്റർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാർ നമുക്ക് ജംഗ്ഷനിലൊക്കെ ഒന്ന് പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഫോർത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഫോർത്ത് ഗിയറിൽ നിന്ന് തേർഡിലേക്ക് ആക്കുന്നതിന് നമ്മൾ ക്ലച്ച് ഫുള്ള് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ഗിയറും മാറ്റാൻ വേണ്ടിയിട്ട്.
അപ്പം നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എതിരെ നിന്ന് വണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും ഡിം ഇട്ട് കൊടുത്തിരിക്കണം. കാരണം ബ്രൈറ്റ് അത് ആൾക്കാർക്ക് പെട്ടെന്ന് അത്രയും ഡാർക്ക് ലൈറ്റ് വരുമ്പോഴത്തേക്കും എതിരെ നിന്ന് വരുന്നവർക്ക് കണ്ണിന് മങ്ങലുണ്ടാവുകയും പെട്ടെന്ന് ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഡിമ്മാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എതിരെ വളവൊക്കെ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മൾ ബ്രൈറ്റ് ഒന്ന് അടിച്ചിരിക്കണം. കാരണം അകലെ നിന്ന് വരുന്നവർക്ക് ഈ ബ്രൈറ്റ് വണ്ടി വരുന്നുണ്ട് എന്നൊരു നമുക്കൊരു സൂചന കൊടുക്കുന്നു എന്നൊരു ഇതും കൂടെ ഉണ്ട് ബ്രൈറ്റിന്. അപ്പോൾ ബ്രൈറ്റ് നമുക്ക് ദൂരക്കാഴ്ച കാണുക മാത്രമല്ല, വളവിൽ അല്ലെങ്കിൽ മുമ്പിലൊരു വണ്ടി വരുന്നു, ഓവർടേക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ബ്രൈറ്റ് ഇട്ടിരിക്കണം. അപ്പം ഡിമ്മ ബ്രൈറ്റ് അങ്ങനെ എപ്പോഴും മാറി നമ്മൾ ചെയ്തിരിക്കണം. ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ എല്ലാം ക്ലച്ച് ഗിയർ എല്ലാം സെയിം ആണ്. നൈറ്റ് ഡ്രൈവിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും റൂൾസൊന്നും പാലിക്കാറില്ല. ഞാൻ പലപ്പോഴും പോകുമ്പോൾ പലരും അപ്പോൾ ഹെവി വെഹിക്കിളിലൊക്കെ വരുന്നവർ ഒരിക്കലും ആ ലൈറ്റൊന്നും ഡിം അടിക്കാറില്ല. അപ്പോൾ പലപ്പോഴും കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഓൾറെഡി സ്പെക്സ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പതുക്കെ സ്ലോ ചെയ്യും. ഒട്ടും കാണാൻ പറ്റാത്ത വെച്ച് സൈഡിൽ ഒതുക്കുകയാണ് സാധാരണ ചെയ്യാറ്. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ചിലപ്പം ഞാനും ഇങ്ങനെ ഡിം ഇട്ട് തരാത്തവർക്ക് ഞാൻ ബ്രൈറ്റ് തെളിച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് അവരെ ഒന്ന് ഡിം ഇട്ട് തരും. അങ്ങനെ നമുക്ക് പോകാം. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നൈറ്റിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കരുത് ഒരിക്കലും. നൈറ്റിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പഠിച്ചിരിക്കണം. കാരണം നമുക്ക് എപ്പോഴാണ് നമുക്കൊരാവശ്യം വരിക എന്നറിയത്തില്ല. ക്ലച്ച് ചവിട്ടുക, ഗിയർ മാറ്റുക, പിന്നെ ഫസ്റ്റിലേക്ക് ഇടുക. ഫസ്റ്റിലേക്ക് ഇടുമ്പം അതനുസരിച്ച് വണ്ടി സ്പീഡ് കൂടുന്നതനുസരിച്ച് ഒരു 20 ആകുമ്പോഴത്തേക്കും നമുക്കത് സെക്കൻഡിലേക്കാക്കാം, പിന്നെ തേർഡിലേക്കാക്കാം. അങ്ങനെ നമുക്ക് കയറി പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ ആക്സിലേറ്റർ കൊടുത്തിങ്ങനെ വണ്ടി സാധാരണ ഒരു സെയിം സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും വരത്തില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ, പെട്ടെന്ന് സഡനായിട്ട് ഫ്രണ്ടിലൊരു വണ്ടി നിർത്തേണ്ട വന്നു, അല്ലെങ്കിൽ നമുക്കൊന്ന് വണ്ടി നിർത്തേണ്ട വന്നു എങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി കാറ് സ്ലോ ആകുമ്പോഴേക്കും നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി സ്റ്റോപ്പാക്കുകയാണ് ചെയ്യുന്നത്. സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി തന്നെ നിന്ന് പോകും. അത് വണ്ടിയുടെ എൻജിന് വളരെ കേടാണ്. അപ്പം സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി ഒരിക്കലും ഇടിച്ച് നിർത്തരുത്. ബ്രേക്ക് ചവിട്ടി സ്ലോ ആയ വണ്ടി ഒന്ന് നിൽക്കാറാവുന്നു, വണ്ടി അങ്ങനെ ഒരു കണ്ടീഷൻ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഗിയർ താഴ്ത്തി ഫസ്റ്റിലിടുക. ഇനി എപ്പോഴും നമ്മൾ വണ്ടി നിർത്തേണ്ട കണ്ടീഷൻ വന്നു, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു പരിചയക്കാരനെ കണ്ടു നമുക്ക് വണ്ടി നിർത്തിയിടണം. അങ്ങനെ വണ്ടി നിർത്തിയിടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രലാക്കാം. ഇപ്പം നമ്മൾ ഫുൾ ക്ലച്ചിൽ ചമർത്തി പിടിച്ച് ബ്രേക്കിലും ചവിട്ടി പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഹാൻഡ് ബ്രേക്ക് വലിക്കുക, ന്യൂട്രൽ ഇടുക. വണ്ടി ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ന്യൂട്രൽ ഇട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കുക, എന്താണെന്ന് വെച്ച് ചെയ്യാം. അങ്ങനെ നമുക്ക് ന്യൂട്രൽ ഇട്ട് നമുക്ക് ആൾക്കാരെ സംസാരിക്കുക, എന്താണെന്ന് വെച്ച് ചെയ്യാം. അപ്പം ഫസ്റ്റിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നിന്ന് പോകും. അപ്പം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കണമെന്നുണ്ടെങ്കിൽ ഗിയർ ന്യൂട്രലിലേക്ക് മാറ്റുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം ബ്രേക്കും വേണ്ട, ഹാൻഡ് ബ്രേക്കും ഉണ്ട്, ന്യൂട്രലും ഉണ്ട്, വണ്ടി ഓണാണ്, നമുക്ക് കുഴപ്പമില്ല. പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു, നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ന്യൂട്രൽ ഇട്ടിട്ട് വേണം നമുക്ക് അപ്പോൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ക്ലച്ചിൽ കാല് പ്രസ് ചെയ്ത് കുറേ നേരം നമുക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അങ്ങനത്തെ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞ് ന്യൂട്രലാക്കി ഇടുക. ഓക്കെ. പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് വേണം വണ്ടി എപ്പോഴും സ്റ്റാർട്ടാക്കാൻ വേണ്ടി.
എല്ലാവർക്കും എൻ്റെ ഈ ഡ്രൈവിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്